ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന തലത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇതിലൂടെ നടന്നു കഴിഞ്ഞു. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരമൊരു പരിപാടി നടത്തിയ SI അഥവാ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അത് ഇത്തരം പരിപാടികളിലൂടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിനെ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന തലത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അത് നിങ്ങളോട് പറയാൻ വേണ്ടി 2-3 സംഭവങ്ങൾ, 2-3 കഥകൾ, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത 2-3 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്ലാമിലെ 2ാമത്തെ ഖലീഫ, ഭരണാധികാരി, അദ്ദേഹത്തെ അനുചരനായ ഒരു സ്വഹാബി, ഒരു സഹപ്രവർത്തകൻ വന്ന് ചോദിച്ചു, ഉമർ എന്താണ് തഖ്വ എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. അപ്പം തഖ്വ എന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാവും, അതുകൊണ്ട് എല്ലാവർക്കും തിരിയുന്ന ചില ടെർമിനോളജിനെ ഞാൻ ഉപയോഗിക്കും. തഖ്വ എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു സാങ്കേതികമാണ്. അറബിയിലെ വിശുദ്ധ ഖുർആൻ ഉച്ചരിച്ചൊരു സാങ്കേതിക പദമാണ് തഖ്വ. തഖ്വയുടെ നേർക്കുനേരെ അർത്ഥം ഭയഭക്തി, സൂക്ഷ്മത, ശ്രദ്ധിച്ച് ജീവിക്കുക, ദൈവത്തെ ഓർത്ത് ജീവിതത്തിൽ ജാഗ്രത പാലിക്കുക എന്ന് തുടങ്ങിയതാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥങ്ങൾ. ഇപ്പൊ തഖ്വയെക്കുറിച്ച് ധാരാളം വിശദീകരണം, സൂക്ഷ്മതയെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച് ധാരാളം വിശദീകരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലും പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉമറിനോട് തഖ്വ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കാരണം ഉമർ നേർക്കുനേരെ മറുപടി പറയാതെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകളുള്ള, മാലിന്യങ്ങളുള്ള, കുപ്പിക്കഷങ്ങളുള്ള, അതേപോലെ തന്നെ പ്രയാസങ്ങളുള്ള ദുർഘടമായ പാതകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാറില്ലേ എന്ന് ഉമർ തന്റെ അനുചരനോട് തിരിച്ചു ചോദിക്കാം. അദ്ദേഹം പറഞ്ഞുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന വേളയിൽ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളുള്ള, ഒരുപാട് മാലിന്യങ്ങളുള്ള വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ? സഹാബി അനുചരം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യാൻ? ഞാൻ എന്റെ തുണികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട്, മാലിന്യങ്ങൾ എന്റെ ശരീരത്തിലാകാതെ, അതേപോലെ തന്നെ കുപ്പിക്കഷങ്ങൾ തറക്കാതെ, മുള്ളുകൾ ഏൽക്കാതെ എന്റെ ശരീരത്തെയും എന്റെ വസ്ത്രത്തെയും കൂട്ടിപ്പിടിച്ച് ശ്രദ്ധിച്ച് ഞാൻ നടക്കും. വളരെ ജാഗ്രത ഞാൻ പാടിക്കും. ഉമർ പറഞ്ഞു, ഇത് തന്നെയാണ് സൂക്ഷ്മത, ഇത് തന്നെയാണ് ഭക്തി, ഇത് തന്നെയാണ് ജാഗ്രത എന്ന് ഉമർ തിരിച്ചു പറയുന്നത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന, ശ്രമിക്കുന്ന വളരെ കൃത്യമായ അജണ്ടയും തന്നെയാണ് വിദ്യാർത്ഥികളെ തഖ്വയുള്ളവരായി ജീവിപ്പിക്കുക, വിദ്യാർത്ഥികളെ സൂക്ഷ്മതയുള്ളവരായി ജീവിപ്പിക്കുക. ഇപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റു പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന പണി തന്നെയാണ് തഖ്വയുള്ളവരാക്കുക. പക്ഷെ ആ തഖ്വയും ഈ തഖ്വയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾ നാളിൽ പറ്റി ഉമറിനോട്, അല്ല ഉമർ തിരിച്ച് സഹാബിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ മാലിന്യങ്ങളുള്ള വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നത് വർത്താനം, അങ്ങനെ മാലിന്യങ്ങൾ കണ്ടാൽ ആ മാലിന്യമില്ലാത്ത സ്ഥലം നോക്കിയിട്ട്, അത്തരത്തിൽ ബുദ്ധിമുട്ടുകളില്ലാത്ത, അത്തരത്തിൽ പ്രതിസന്ധികളില്ലാത്ത, കുപ്പിക്കഷങ്ങളില്ലാത്ത, ഉള്ളുകളില്ലാത്ത വഴി നോക്കി അല്പം മാറിയിട്ടാണെങ്കിൽ ഞാൻ പോകും എന്ന് അദ്ദേഹത്തിന് മറുപടി പറയാൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വഴിയുള്ളതുകൊണ്ട് ഞാൻ എന്റെ വഴി അവസാനിപ്പിക്കും, ഞാൻ എന്റെ യാത്ര ഞാൻ പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കും എന്നും അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ അത് രണ്ടുമല്ല. അങ്ങനെ പേടിച്ച് വഴി മാറിപ്പോക്കോ അല്ലെങ്കിൽ എന്റെ യാത്ര അവസാനിപ്പിക്കലോ അല്ല എന്റെ ദൗത്യം. അവിടെയല്ല എന്റെ നിശ്ചയം, അവിടെയല്ല എന്റെ ഇസ്സത്ത്, എന്റെ ജീവിതത്തിലെ എന്റെ ഭയഭക്തി യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഞാൻ അതിനെ തന്നെ പോകും. ജീവിതത്തിൽ എന്തൊക്കെ നമ്മുടെ മുന്നിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിലൊക്കെ തന്നെ നമ്മൾ പോകും. പക്ഷെ ആ പോകുമ്പോൾ മാലിന്യങ്ങളിൽ നിന്ന് എന്നെയും എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും ഞാൻ ജാഗ്രതയോട് കൂട്ടിപ്പിടിക്കും. SIO കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 1ാമത്തെ ദൗത്യം ഇതാണ്. വിദ്യാർത്ഥികളോട് അവരുടെ കാലത്ത് അതിജയിക്കാൻ വേണ്ടിയുള്ള ഉൾക്കരുത്ത് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ ക്യാമ്പസിൽ, നിങ്ങൾ ജീവിക്കുന്ന ലോകത്ത്
നിങ്ങൾ വസിക്കുന്ന കാലത്ത് ഒരുപാട് അധാർമികമായ ജാഹിലിയ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അനിസ്ലാമികമെന്ന് വിളിക്കാവുന്ന നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്ത മൂല്യരഹിതമായ ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ ക്യാമ്പസിൽ കാണും, നിങ്ങളുടെ ക്ലാസ് റൂമിൽ കാണും, നിങ്ങളുടെ ഇന്റർനെറ്റുകളിൽ കാണും, നിങ്ങളുടെ ടെലിവിഷനിൽ കാണും, നിങ്ങൾ വായിക്കുന്ന പത്രപ്രസിദ്ധീകരണങ്ങളിൽ കാണും, നിങ്ങൾ കാണുന്ന സിനിമകളിൽ കാണും, നിങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കാണും, നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ കാണും, നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ലോകത്ത് കാണും, നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ കാണും, നിങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ സമൂഹത്തിൽ കാണും. എന്നാ പിന്നെ അതെല്ലാം കുഴപ്പമാണ്, അതുകൊണ്ട് അതെല്ലാം നിർത്തിയിട്ട് ഞാൻ വളരെ സുന്ദരമായി എന്റെ ലോകത്ത് ഞാൻ ജീവിക്കാം എന്ന് ഒളിച്ചോടാൻ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമല്ലേ. മറിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട്. മാലിന്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ നിങ്ങൾ കാണേണ്ടതുണ്ട്, നിങ്ങൾ സിനിമകൾ കേൾക്കേണ്ടതുണ്ട്, നിങ്ങൾ സിനിമകൾ നിർമ്മിക്കേണ്ടതുണ്ട്. മാലിന്യങ്ങളുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയം, അഴിമതിയുണ്ടെന്ന് പറയുന്ന അഴിമതി കരാളവൃത്തങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രഭുക്കന്മാരുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ മാലിന്യങ്ങളുണ്ടെന്ന് പറയുന്ന ദൃശ്യമാധ്യമങ്ങളെ നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ തെരുവോരങ്ങളിൽ നിങ്ങളെ മാടി വിളിക്കുന്ന എല്ലാ ദുഷ്പ്രേരണകൾക്കിടയിലും നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ദുഷ്പ്രേരണകൾക്കിടയിൽ, ആ മാലിന്യങ്ങൾക്കിടയിൽ, ആ അഴിമതി കറ പുരണ്ട രാഷ്ട്രീയങ്ങൾക്കിടയിൽ ആ അഴിമതിയോ മാലിന്യങ്ങളോ ജീർണതകളോ മൂല്യരാഹിത്യങ്ങളോ അധാർമികതയോ നൈതിക വിരുദ്ധമായ സമീപനങ്ങളോ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ഹൃദയങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിലോ പറ്റാതെ പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ച് കൂട്ടിപ്പിടിച്ച് ജീവിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയുള്ള, ആ സൂക്ഷ്മതയുള്ള, ആ ധീരശാലിയായ, തൻചേടികളായ, ദൈവബോധമുള്ള, ദൈവത്തിൽ അർപ്പിക്കപ്പെട്ട, ദൈവത്തിന്റെ മുന്നിൽ മറ്റെല്ലാവിധ താല്പര്യങ്ങളെയും മാറ്റി നിർത്തിയ, അധാർമികതയ്ക്ക് പകരം ധാർമ്മികതയോട് പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന നല്ല കരുത്തിന്റെ വിദ്യാർത്ഥികളാണ്. അതിനാണ് കരുത്തുണ്ടാകുന്നത്. മറ്റേത് എളുപ്പം നടക്കുന്ന പരിപാടിയാണ്. നമ്മുടെ മുമ്പിൽ പിന്നെ തടസ്സങ്ങളുണ്ട്. ഞാൻ അവിടെ പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങിയ ഫുള്ള് എന്നെ വഴിതെറ്റിക്കുന്ന ലോകമാണ്, മാസ്മരിക ലോകം. എവിടെയും എന്നെ മാടി വിളിക്കുകയാണ്, എന്നെ തെറ്റായ സാധ്യതകളിലേക്ക് മയക്കി വിളിക്കുകയാണ്. ആ മയക്കി വിളിക്കുന്ന ലോകങ്ങളിലേക്ക് എല്ലാവിധ താല്പര്യങ്ങളിൽ നിന്നും ഞാൻ പെട്ടുപോകും എന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിൽ തന്നെയിരിക്കുകയാണ്. ഞാൻ ആരാധനകളുമായി മുഴുകുകയാണ്, ഞാൻ നമസ്കാരങ്ങളിൽ ഏർപ്പെടുകയാണ്, ഞാൻ ജപമാലകളുമായി എന്റെ ആരാധന ചൈതന്യത്തിൽ ഞാൻ ഒതുങ്ങുകയാണ്. അത്തരത്തിലുള്ള ചൈതന്യങ്ങളിലെല്ലാം യഥാർത്ഥ ചൈതന്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായി എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് SIO പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തൻചേടമുള്ള, ഐഡന്റിറ്റിയുള്ള, ധൈര്യമുള്ള, ദൈവഭക്തിയുള്ള മനുഷ്യരാണെങ്കിൽ, മനുഷ്യരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കാൻ പൈശാചികമായ പ്രേരണകളെ നിങ്ങൾ വളരെ തൻചേടത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് അതിനെ പേടിച്ച് വീട്ടിലോ കോളേജിലോ ഹോസ്റ്റലിലോ ഇരിക്കുന്നവരല്ല, ഞാൻ ധൈര്യസമേതം എന്റെ ധാർമ്മിക മൂല്യങ്ങൾ അടയാളപ്പെടുത്തുന്ന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കേതം, അഭയം പ്രാപിക്കാനുള്ള ഇടമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. SIO നിങ്ങളെ പരിശീലിപ്പിക്കും, SIO നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കും, SIO നിങ്ങളെ അഭ്യസിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ലോകത്തെ അതിജയിക്കാനുള്ള പോരാട്ടങ്ങളിൽ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. അത് ലോകപ്രശസ്ത എഴുത്തുകാരൻ, ആക്ടിവിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന MM പിക്താർ എന്ന് പറയുന്ന ലോകത്തെ ഞെട്ടിച്ച ഇസ്ലാം ആശ്ലേഷണത്തിന് വഴിയൊരുക്കിയ പണ്ഡിതനെ കുറിച്ചാണ്. പിക്താർ ഇസ്ലാമിലേക്ക് വന്നത് വളരെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ സംഭവമാണ്. അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ സാധ്യമാണ്. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പ്രേരണയായത് അദ്ദേഹം നടത്തിയ യാത്രകളാണ്. ആ യാത്രയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചൊരു ഘടകമുണ്ട്. ആ ഘടകം, അദ്ദേഹം ഒരിക്കൽ യാത്രാവേളയിൽ താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നോക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത് അദ്ദേഹം ഒരു സീന് കാണും. സീൻ പ്രായമുള്ള മനുഷ്യൻ, ആ പ്രായമുള്ള മനുഷ്യനെ യുവാവായ ഒരു മനുഷ്യൻ ശകാരിക്കാം, തെറിവിളിക്കാം, അദ്ദേഹത്തെ വേദനിപ്പിക്കുകയാണ്. അപ്പൊ പിക്താറിന് അത്ഭുതമായി. കാരണം ചെറുപ്പക്കാരൻ ഇങ്ങനൊരു വൃദ്ധനെ അതിശക്തമായ രൂപത്തിൽ ശകാരിക്കും.
പക്ഷെ ഒരു പ്രത്യേകത, ആ വയസ്സുള്ള മനുഷ്യനൊന്നും തിരിച്ചു പറയുന്നില്ല. എന്തൊരു മനുഷ്യനാണ്! പ്രായത്തിൽ എന്റെ മകന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ തെറി വിളിക്കുമ്പോ പിതാവ് പറയാൻ എന്നെ അത്ഭുതപ്പെടുത്തി പോയി. ആ മനുഷ്യൻ തിരിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ ഈ സീന് കണ്ട് രോഷം കൊണ്ട പിതാവ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു, എല്ലാ മനുഷ്യ, നിങ്ങൾക്കൊന്ന് പിടിച്ചു വെച്ചൂടെ? നിങ്ങൾക്കൊന്ന് പിടിച്ചു വെച്ചൂടെ? അപ്പൊ പിതാവിനോട് ആ വൃദ്ധനായ ചെറുപ്പക്കാരൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഞാൻ പിടിച്ചു വെക്കില്ല അദ്ദേഹത്തെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു അപരാധം ചെയ്തിരിക്കുന്നു. ആ അപരാധം എന്ന് വെച്ചാൽ, ഞാൻ ഈ യുവാവിനോട് ഒരു ഘട്ടത്തിൽ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അതിന് ഞാൻ തീയതി പറഞ്ഞ് നിശ്ചയിച്ചു. പക്ഷെ ആ തീയതി, നിശ്ചയിക്കപ്പെട്ട തീയതിക്ക് എനിക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാത്തതിന്റെ പേരിലാണ് ഞാൻ ചെയ്ത അപരാധത്തിന്റെ പേരിൽ സഹായിക്കാം. ഇവിടെ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. എന്റെ പ്രവാചകൻ പറയാം, എന്നെ ആകർഷിച്ച വാചകം അവസാനമാണ്. എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഒരാളോട് കാണിക്കുന്ന, ഒരാളോട് പറയുന്ന, ഒരാൾക്ക് നൽകുന്ന വാക്ക് നിങ്ങൾ പാലിക്കാൻ നിർബന്ധിതനാണ്. അതിൽ യാതൊരു എക്സ്ക്യൂസ് നിങ്ങളില്ല. അങ്ങനെ പറഞ്ഞ പ്രവാചകന്റെ അനുചരനായ ഞാൻ വാക്ക് പാലിച്ചില്ല എന്നിരിക്കെ എന്നെ ശകാരിക്കാനുള്ള അനുവാദത്തെ ഞാൻ എങ്ങനെ ചോദ്യം ചെയ്യും? കഴിയില്ല. അതുകൊണ്ട് അയാൾ എന്നെ ശകാരിക്കാൻ അർഹനാണ് എന്ന് വൃദ്ധനായ ഒരു മനുഷ്യൻ ചെറുപ്പത്തിന്റെ മനോവീര്യത്തോടു കൂടി മറുപടി പറയുന്നതാണ് പിതാവിന്റെ ഹൃദയത്തിലേക്ക് തട്ടിയത്. പിതാവ് പറയുന്നത്, ഞാൻ ഞെട്ടിപ്പോയി. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അശറഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന മക്കയിൽ ഏതോ ഒരു ഭാഷയിൽ, ഏതോ ഒരു പ്രദേശത്ത്, ഭൂഖണ്ഡങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് ജീവിച്ച മുഹമ്മദ് എന്ന് പറയുന്ന നിരക്ഷരനായ മായാജാലക്കാരനല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ 1400 വർഷങ്ങൾക്ക് ശേഷവും ഒരു സാധാരണ വൃദ്ധനെ പോലും ഇങ്ങനെ സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് ചില്ലറ മതമല്ലേ? ഇത് ചില്ലറ പ്രത്യയശാസ്ത്രമല്ല. ഈ പ്രത്യയശാസ്ത്രത്തിൽ ആന്തരികമായ ചില അടയാളപ്പെടുത്തലുണ്ട്, ചില സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു സാധാരണ വൃദ്ധനെ വരെ ഏതോ നാട്ടിൽ ജനിച്ച, ഏതോ കാലത്തിൽ ജീവിച്ച ഒരു മുഹമ്മദ് ഇത്രയധികം സ്വാധീനിച്ചത്. ജീവിതത്തിലെ വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ വരെ ഇങ്ങനെ ഇടപെടുന്നത്. അതുകൊണ്ട് ഇത്തരം മഹത്തരമായ ദർശനം അത് ഇസ്ലാമിനല്ലാതെ ആർക്കാണ് സംഭാവന അർപ്പിക്കാൻ കഴിയും? ആ ഇസ്ലാമിൽ നിന്ന് ഞാൻ എങ്ങനെ മാറി നിൽക്കുമെന്ന് ആലോചിച്ചിട്ടാണ് പിത്താർ എന്ന് പറയുന്ന ലോകം കണ്ട പ്രശസ്തനായ ആക്ടിവിസ്റ്റ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ കൃത്യമായ സന്ദേശങ്ങളാണ് ആധുനിക തലമുറകൾ നൽകുന്നത്. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ആണേന്ന് പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇഫ്താറിന്റെ ഇസ്ലാം ആശ്ലേഷത്തിൽ നമുക്ക് നൽകിയ 2 സന്ദേശങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ്. ആ വൃദ്ധൻ കാണിച്ച ഉത്തരവാദിത്ത ബോധമാണ്. മലയാളികളായ നമ്മൾ പലപ്പോഴും അവകാശബോധത്തിൽ വളരെ ഉത്സാഹമാണ്. അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കും, ഒരുപാട് സമരം ചെയ്യും. അതിനുവേണ്ടി റോഡുകൾ ബ്ലോക്ക് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെടും. അതിനുവേണ്ടി ഹർത്താലായി അവകാശങ്ങൾ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്നത് വർത്തമാനം. കേരളത്തിലെ സമരങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടൊക്കെ ഒന്ന് പ്രവേശിക്കും. അതിന് പുറമെ അതിന് മതദർശനവുമായി ബന്ധപ്പെട്ട ചില ഉണർത്തലുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം എന്നുള്ള ഇടപാട് എങ്ങനെയാണ്? ഞാൻ പറയും അവകാശബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപാടാണ്. ഉത്തരവാദിത്ത ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപാട് വളരെ കുറവാണ്. അതിന്റെ ഉദാഹരണം, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പ്രകീർത്തിക്കുക, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തെ നമ്മൾ അനുസരിക്കുക, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രണമിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് നമ്മൾ എക്സാമിന്റെ തലേന്നാണ്. അല്ലെങ്കിൽ എന്റെ ഭാര്യ പ്രസവിക്കുന്നതിന്റെ തലേന്നാണ്, അല്ലെങ്കിൽ എന്റെ കല്യാണത്തിന്റെ തലേന്നാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് ഇപ്പം മരിക്കുമെന്ന് പറയപ്പെടുന്ന സ്വഭാവമുള്ള സമയത്തുമ്പോഴാണ്, എനിക്കൊരിക്കലും മാറുവാൻ തോന്നുന്ന അസുഖം വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശമാണ്. എന്റെ ആ സമയത്ത് നോക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട് എന്ന ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ വേറെ മുക്കാൻ വാതില്ലാത്ത ദൈവത്തിനടുത്ത് പോകുന്നത്. അത് അവകാശബോധമായി നമ്മുടെ സമയം നമുക്ക് കിട്ടാനുള്ളത്, ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാനുള്ള ആശ്വാസം, നമുക്ക് കിട്ടാനുള്ള സമ്പത്ത്, നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹം, നമുക്ക് കിട്ടാനുള്ള കർമ്മത്ത്, നമുക്ക് കിട്ടാനുള്ള കാരണമൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നേരെ തിരിച്ച് ദൈവത്തിന്റെ അടിമാണെന്നതിനെ നമുക്കിതിന് ഉത്തരവാദിത്തങ്ങൾ ദൈവം കൽപ്പിച്ചത്. നമുക്ക് നൽകിയ അനുഗ്രഹം, നമുക്ക് നൽകിയ ശബ്ദം, നമുക്ക് നൽകിയ കേൾവി, നമുക്ക് നൽകിയ കണ്ണ്, നമുക്ക് നൽകിയ മൂക്ക്, നമുക്ക് നൽകിയ നാവ്, നമുക്ക് നൽകിയ സൗന്ദര്യം
നൽകിയ സാഹചര്യം, നമുക്ക് ബുദ്ധിക്ക് നൽകിയ നല്ല വിവേകമുള്ള ചിന്തിക്കാൻ കഴിയുന്ന മനസ്സ് ഒക്കെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്. ഈ വെളിച്ചം, ഈ സുന്ദരമായ ലോകം, നമുക്ക് ആരോഗ്യമുള്ള അവസ്ഥ, നല്ല ഉമ്മ, നല്ല ഉപ്പ, നല്ല കുടുംബം, നല്ല സാഹചര്യം, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയത്. ആ അനുഗ്രഹം നൽകിയ ദൈവത്തോട് നമ്മൾ തിരിച്ചു കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തം ദൈവം തന്നെ നമുക്ക് പഠിപ്പിച്ചാൽ തന്നെ. ആ ഉത്തരവാദിത്തം ദൈവത്തിൽ ഇച്ഛിക്കുന്ന സ്വഭാവത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവത്തിൽ, രൂപത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് ദൈവത്തോട് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ മടങ്ങ് നമ്മൾ ആദ്യം ഉത്തരവാദിത്വം നിർവഹിച്ച് നമ്മൾ ഈ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന്. നേരത്തെ ജമാൽ സാഹിബ് വളരെ കൃത്യമായി ഇതിനു മുമ്പിൽ പകർന്നു നൽകാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തതിന് വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിന്റെ അടിയാറുകളെന്ന നിലയിൽ, ദൈവത്തിന്റെ അടിമകളെന്ന നിലയിൽ, ദൈവത്തിന്റെ സൃഷ്ടികളെന്ന നിലയിൽ നമ്മൾ സാക്താവിന് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ ദൈവത്തിന്റെ അടിമ എന്ന നിലയിൽ നമ്മൾ എന്താണ് ഒരു ദിവസത്തെ നമ്മുടെ സമയത്തിന്റെ ഷെഡ്യൂൾ നോക്കുക. ആ ഷെഡ്യൂളിൽ ദൈവത്തിന്റെ അടിമ എന്ന നിലയിൽ നമ്മൾ ദൈവത്തിന് എത്ര സമയം കൊടുക്കുന്നത്? നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നമ്മൾ നോക്കുക. എന്തൊക്കെ ചെലവാക്കുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ വരുമാനം സ്വീകരിക്കുന്നുണ്ട്. ആ ക്രയവിക്രയങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ മാർഗത്തിൽ നമ്മൾ എത്ര സമ്പത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ മറ്റെല്ലാവരും വികാരങ്ങൾ, അത്തരം വികാരങ്ങളിലും ആഗ്രഹങ്ങളിലും അഭിലാഷങ്ങളിലും ദൈവത്തിന് വേണ്ടി നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്? ഉത്തരവാദിത്തങ്ങൾ വല്ലാതെ നിർവഹിക്കാതിരിക്കുക, എന്നിട്ട് അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നത് നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ മതദർശന ചിന്തകളിൽ നിന്നാണ്. അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തെ നോക്കുന്നത് വളരെ പ്രകടം. വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് മാത്രം നോക്കിയാൽ മതി. അപ്പൊ വിദ്യാർത്ഥി സംഘടനകൾ നിങ്ങൾ വെറുതെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കും. എന്റെ വിദ്യാർത്ഥി സംഘടനകളുടെ അജണ്ടകൾ നോക്കും. ന്യായമായി വിശ്വസിക്കുന്നു കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവകാശ സമരങ്ങൾക്ക് വേണ്ടി മാത്രം രംഗത്തിറങ്ങുന്ന ആളുകളാണ്. ഫീസ് കൂട്ടി, ആളെ പുറത്താക്കി, സമയത്ത് റിസൾട്ട് വന്നില്ല എന്നും ഞാൻ ഇടപെടേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. അത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ മറ്റെല്ലാ സംഘടനകളെക്കാളും മുമ്പിൽ നിൽക്കുന്ന അവസ്ഥാനമാണ് SIO. ഒരുപക്ഷെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അത്തരം വിഷയങ്ങളിൽ ഉന്നയിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയെ സ്തംഭിപ്പിച്ച് അതിനെ തിരുത്തി അതിനെ നേർവഴിക്ക് നടക്കുന്ന സമരങ്ങളിൽ മറ്റെല്ലാ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ നായകത്വം വഹിക്കുന്ന സംഘടനയാണ് കേരളത്തിലെ SIO എന്ന് പറയുന്നത്. അത് വേണ്ടെന്നല്ല, പക്ഷെ അതിൽ പരിമിതമാണ് വിദ്യാർത്ഥി സംഘടനകളുടെ അജണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട. എല്ലാവർക്കും ഇങ്ങോട്ട് വേണം എന്നുള്ളത്, എന്റെ വിഷയം, എന്റെ ഫീസ്, എന്റെ കോളേജ്, എന്റെ പഠനം എന്ന എന്റേതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കണം നമ്മളെല്ലാവരും സംബന്ധിച്ച് നമ്മളെല്ലാവരും അതിനു വേണ്ടി ശബ്ദിക്കും. പക്ഷെ അതൊന്നും അല്ലാതെ ഈ ലോകത്തുള്ള മറ്റു മനുഷ്യരുടെ ഈ ലോകത്തിന്റെ വ്യവസ്ഥാപിതമായ മുന്നോട്ട് പോകുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ ക്രമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയാണ് പുരോഗതിയുള്ളത്? യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊന്നും പതിറ്റാണ്ടുകളുടെ പിറകിലാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ പിന്നെ വകവെച്ചു കൊടുത്തിട്ടില്ല. വേണ്ടത്ര ഗവേഷണങ്ങൾ ആവശ്യം നടന്നിട്ടില്ല, വേണ്ടത്ര ആലോചനകളോ വേണ്ടത്ര സ്റ്റെപ്പുകളോ നടന്നിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളെ നമ്മൾ കാണില്ല. കാരണം ഇന്നും നമുക്ക് സമയമില്ല. നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ ധാർമ്മികതയിൽ അധിഷ്ഠിതമായി വളർത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് ഈ സമൂഹത്തിലുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം ആരംഭിക്കുന്നത് അവന്റെ മാതാവിനോടാണ്, അവന്റെ പിതാവിനോടാണ്, അവന്റെ അധ്യാപകനോടാണ്, അവന്റെ സഹപാഠിയോടാണ്, അവന്റെ സഹോദരന്മാരോടാണ്, അവന്റെ അയൽവാസിയോടാണ്, അവന്റെ നാട്ടുകാരോടാണ്, അവന്റെ സമൂഹത്തോടാണ്, അവന്റെ രാജ്യത്തോടാണ്, അവൻ ജീവിക്കുന്ന ലോകത്തോടാണ്. ഇതൊക്കെ മനുഷ്യർക്ക് ഉത്തരവാദിത്തങ്ങൾ ധാരാളമാണ്. പക്ഷെ ഏത് വിദ്യാഭ്യാസ സംഘടനയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടികളാണ്, ഏത് മതസംഹിതകളാണ് നമുക്ക് ഉത്തരവാദിത്ത ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുന്നത്? വിദ്യാഭ്യാസ ക്രമങ്ങൾ നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് പെരുമാറേണ്ടതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ അയൽവാസിയോട് നിങ്ങൾ അനുഭവിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് ശീലിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ വെള്ളത്തെ കുറിച്ച് പഠിക്കും, വെള്ളത്തിന്റെ ശാസ്ത്രനാമങ്ങളെ കുറിച്ച് പഠിക്കും. പക്ഷെ ആ വെള്ളം ദാഹിക്കുന്നവന് സമയം നൽകാൻ വേണ്ടി ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച മഹാ അനുഗ്രഹമാണ് എന്ന് നമ്മൾ പഠിക്കില്ല. ആ വെള്ളം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച വലിയ സംഹിതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൂചനകൾക്ക് പിന്നാലെ പോകും. പാവപ്പെട്ടവരോട് കരുണ കാണിക്കുക,
നിസ്സഹായനായ നിരാലംബരനായ മനുഷ്യരോട് നീതിയിൽ വർദ്ധിക്കുക, അവരോട് കരുണ കാണിക്കുക എന്ന മനസ്സ്, ആ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ധർമാശുപത്രികൾ അസ്തമിച്ചുകൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മരുന്ന് കമ്പനിക്കാരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികളിൽ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നമ്മൾ കാണില്ല. നമ്മുടെ സ്റ്റെതസ്കോപ്പ്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങളൊക്കെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് വെക്കുമ്പോൾ അവനെങ്ങനെ പിഴുതെടുക്കാം എന്നതിനപ്പുറം അവനും ഞാനും ഒരൊറ്റാണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത മനുഷ്യരാണ്. ആ മനുഷ്യനെന്ന നിലയിൽ വലക്കത് കറഞ്ഞ പനി ആദം എല്ലാ ആദം സന്തതികളെയും സ്വന്തം സഹോദരന്മാരായി കണ്ട് അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ പരിപാലിക്കാൻ നമ്മൾ എവിടെയാണ് നമുക്ക് സമയം നടത്താറുള്ളത്? നമുക്ക് അവിടെയൊക്കെ നഷ്ടത്തിന്റെ കണക്കാണ്. എന്റെ ഉമ്മ നഷ്ടമാണെങ്കിൽ ആ ഉമ്മാനെ എന്റെ സമയത്ത് എന്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്റെ ഉമ്മാനെ എനിക്ക് പെരുമാറാൻ അല്ലെങ്കിൽ ഓറ്റാൻ കഴിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. കാരണം ഉമ്മാനോടുള്ള, മാതാവിനോടുള്ള, പിതാവിനോടുള്ള ബാധ്യതയെക്കുറിച്ച്, ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഈ ലോകം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ക്ലാസ് റൂമുകൾ, നമ്മുടെ സിലബസുകൾ, നമ്മുടെ മതസംഘടനകൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ വിദ്യാഭ്യാസ സംഘടനകൾ, നമ്മുടെ അധ്യാപകർ നമ്മൾ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് അവകാശങ്ങളെ കുറിച്ച് മാത്രം പഠിപ്പിച്ചു. എങ്ങനെയൊക്കെ രോഗിയുടെ കൈകളിൽ നിന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് ചൂഷണം ചെയ്യാം, ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം, ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൂഷണം ചെയ്യാം. ചൂഷണം ചെയ്യുന്ന നിങ്ങൾക്ക് ഇങ്ങോട്ട് സമ്പാദിക്കാനുള്ള മാർഗങ്ങളെ യഥേഷ്ടം പഠിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട സമർപ്പണത്തിന്റെ മാർഗങ്ങളെക്കുറിച്ച്, പാഠങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാൻ ലോകമില്ല. പക്ഷെ അത്തരത്തിൽ ഉത്തരവാദിത്വ ബോധമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഉത്തരവാദിത്വ ബോധത്തിന്റെ എല്ലാവിധ പാഠങ്ങളെയും പഠിപ്പിച്ച് അതിൽ നിന്ന് രൂപപ്പെടുന്ന വിനയമെന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരം, ഒരു വൃദ്ധനായ മനുഷ്യന് ഒരു ഈഗോമില്ലാതെ താൻ അബദ്ധം ചെയ്തെന്ന കാരണത്താൽ യുവാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന മനസ്സിനെയാണ് വിനയം എന്ന് പറയുന്നത്. ആ വിനയം ധിക്കാരത്തിനെതിരല്ല. ആ വിനയം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ആ അനുഗ്രഹത്തിന്റെ ലക്ഷണം നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാനുള്ള വിദ്യാഭ്യാസം ഇവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഭയഭക്തിയിൽ നിന്ന്, സൂക്ഷ്മതയിൽ നിന്ന്, ജാഗ്രതയിൽ നിന്ന് ആരംഭിച്ച് വിനയത്തിന്റെയും ഉത്തരവാദിത്വ ബോധത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൂന്നാമത് വേറൊരു കഥയും കൂടി പറയാം. ആ കഥ പ്രവാചകന്റെ തന്നെ ഒരു സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഅബയുടെ പരിശുദ്ധമായ കഅബയുടെ തൊട്ടടുത്തെങ്കിലും ഇരിക്കാം. വളരെ ഒരു വൈകുന്നേരം ഒരു സായാഹ്നം വെറുതെ ഇരിക്കാം. അപ്പൊ തൊട്ടടുത്ത് പുറത്തുള്ള അറേബ്യൻ നാട്ടിൽ നിന്ന് പുറത്തുള്ള ഒരു മനുഷ്യൻ, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നൊരു കഥയാണ്. പുറത്തുനിന്ന് ഒരാളോട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കുന്ന ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട മക്കയിലെ പ്രമാണിമാരായ സംഘം. എന്താ വിഷയം എന്ന് വെച്ചാൽ പുറത്തുള്ള ഒരാളാണ്. അയാൾ മുമ്പ് അറബി നാടുകാരനായ അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യനായിട്ടൊരു സാമ്പത്തിക ഇടപാട് നടത്തി, കച്ചവടം. ആ സാമ്പത്തിക ഇടപാടിൽ കുറെ പൈസ അബൂജഹൽ ഇയാൾക്ക് അത് വാങ്ങാൻ വേണ്ടിയാണ് അറേബ്യൻ നാട്ടിൽ ഇയാൾ വന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ അദ്ദേഹം നേരെ ആ ഖുറൈശി പ്രമാണികളോട് പറഞ്ഞു, നിങ്ങളെ നാട്ടുകാരനാണല്ലോ ഈ പിന്നെ സാഹിബ് അബൂജഹൽ. ഇപ്പൊ അബൂജഹലിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചു തരാനുള്ള ന്യായമായ പൈസ ഒന്ന് വാങ്ങിച്ചത്. ആരെക്കുറിച്ച് പറയുന്നത്? അവിടുത്തെ ഭരണാധികാരികൾ വരെ പേടിക്കുന്ന, അറേബ്യയിലെ ഭരണാധികാരികൾ വരെ പേടിക്കുന്ന, ചൂണ്ടാൻ ധൈര്യമില്ലാത്ത ഏറ്റവും വലിയ തന്ത്രം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കാറ്റാന്നോ തിരുളാന്നോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ആരിസൻസ് മലയാളം എന്നൊക്കെ പറയും. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടാറ്റ. അപ്പൊ ടാറ്റന്റെ കയ്യിൽ മൂന്നാല് കുറെ സ്വത്തുണ്ട്. കണക്കുകൾ അനുസരിച്ച് 3 ടൗണുള്ളത് ടാറ്റന്റെ കയ്യിലാണ്. നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. കേരളത്തിലെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ഉള്ളത് ഒരു സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണ്. അതിൽ തന്നെ പാട്ടക്കാലാവധി കയ്യിലാണ്. ആ പാട്ടക്കാലാവധിയിൽ പാട്ടങ്ങൾക്ക് ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായ കുടിശ്ശിക കൊടുക്കാം. അപ്പൊ അത് അറിയാത്ത ആളുണ്ട്. കേരളത്തിലെ LDFനോ UDFനോ BJPക്കൊന്നും അറിയാത്ത വിഷയമല്ലേ. എന്നാൽ LDFനോടോ UDFനോടോ BJPയുടെ നേതാക്കളോട് നിങ്ങൾ ടാറ്റയുടെ കയ്യിൽ നിന്ന് സർക്കാരിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഒന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ എന്താണോ മറുപടി പറയാ? അത് തന്നെയാണ് അന്ന് അറബ് നാട്ടിലുള്ള ഖുറൈശി ഗോത്രത്തിലുള്ള ആളുകൾ ഈ പറയുന്ന അപരിചിതനായ മനുഷ്യരോട് പറയാം. എന്താ പറഞ്ഞത്? ഇതേപോലെ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇത് ആരാന്നറിയാൻ അബൂജഹലിനോട് വർത്തമാനം പറയാൻ നിങ്ങൾ ചെയ്യാത്ത ചില
ചിലരെ കളിയാ. അബൂജഹലിന്റെ കയ്യിലാണ് സ്വാധീനമുള്ളത്, അബൂജഹലിന്റെ കയ്യിലാണ് അധികാരമുള്ളത്, അബൂജഹലിന്റെ കയ്യിലാണ് എല്ലാവിധ വൃത്തങ്ങളും പരിവാരങ്ങളും. അങ്ങനെയുള്ള അബൂജഹലിനോട് എന്ത് അർത്ഥത്തിലാണ് ഞങ്ങളോട് ചോദിക്കുക? ഇപ്പൊ എന്തായാലും നടക്കൂല നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ നടക്കാത്തൊരു സംഗതി നമുക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോമിക് എന്ന നിലയിൽ ഒരു അബദ്ധം ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള മുഹമ്മദിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇരിക്കുന്ന ചങ്ങാനെ കണ്ടു മുഹമ്മദാണ്. അയാളെ പ്രത്യേകത അയാളെ അബൂജഹലും നമ്മൾ ഭയങ്കര കോണ്ടാക്ട്. ഈ അബദ്ധത്തിന് അറിയാലോ മുഹമ്മദ് ആരാണെന്ന് അറിയില്ല, അബൂജഹൽ നമ്മുടെ കോണ്ടാക്ട് പറയുന്നത്. നല്ല കോണ്ടാക്ട് ആണ്. നിങ്ങൾ അയാളോട് പറഞ്ഞാൽ അയാൾ വാങ്ങിച്ചു എന്ന് അദ്ദേഹത്തോട് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും കുറേശ്ശികൾ വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞാൽ മുഹമ്മദ് എനിക്ക് പറ്റൂല, ഞാൻ ഒന്നും കഴിവില്ലാത്ത സാധുവാണ്, എന്റെ കയ്യിൽ പോലീസില്ല, എന്റെ കയ്യിൽ അധികാരമില്ല, എന്റെ കയ്യിൽ ഭരണകൂടമില്ല, എന്റെ കയ്യിൽ രാഷ്ട്രീയ പാർട്ടികളില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളില്ല, ഞാൻ പരിപാടിയാണ് എന്റെ മാധ്യമങ്ങളിൽ വരൂല, അത് ഏഷ്യാനെറ്റിൽ വരൂല എന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊക്കെ പിൻവലിയും എന്നാണ് വിചാരിച്ചത്. ഇതെന്ന് പറഞ്ഞ പോലെ മൂന്നാറിലെ ടാറ്റയുടെ മേൽ കൈവെക്കാൻ ഏതായാലും ഡിവൈഎഫ്ഐക്കാർക്കോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കോ യൂത്ത് മോർച്ചക്കാർക്കോ അല്ലെങ്കിൽ യൂത്ത് ലീഗുകാർക്കോ ഒന്നും കഴിയൂല. അവന് സോളാറ്റോട് പറഞ്ഞു, സോളാരിക്കാർക്ക് എന്തായാലും ആ അർത്ഥത്തിലുള്ള സ്പേസ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവർ പതുക്കെ പിന്നീടിന് പോയിക്കോളും എന്ന് വിചാരിച്ചു. മുഹമ്മദ് ആ വിഷയം കേട്ടപ്പോ മുഹമ്മദ് വിഷയമാണ് കണ്ടത്. മുഹമ്മദ് ആളെയല്ല കണ്ടത്. മുഹമ്മദ് അയാളുടെ ജാതി ചോദിച്ചില്ല, നിങ്ങൾ ഏത് ജാതിയാണ്, മൈലമ്മ ഏത് ജാതിയാണ്, ഏത് മതമാണെന്ന് ചോദിച്ചില്ല. മുഹമ്മദ് നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് ചോദിച്ചില്ല. കിനാലൂരിൽ എന്തിനാണ് കോഴിക്കോടങ്ങാടിയിൽ സമരം ചെയ്യാൻ ആൾ വരുന്നതെന്ന് ചോദിച്ചിട്ടില്ല. ആ നാട്ടുകാരൻ ആ അപരിചിതൻ ഏത് ദേശത്തിൽ ജനിച്ച ഏത് ഭാഷ സംസാരിക്കുന്ന ആളാണെന്ന് ചോദിച്ചിട്ടില്ല. അദ്ദേഹം ഏത് വർഗത്തിലുള്ള ഏത് ലിംഗത്തിലുള്ള ആളാണെന്ന് ചോദിച്ചത് എന്താണ് തങ്ങളുടെ പ്രശ്നമാണ്. പ്രശ്നം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ അടുത്താണ് ന്യായം. പൈസ കൊടുക്കാൻ പറ്റില്ല. അബൂജഹൽ ഈ അപരിചിതന്റെ കൈ പിടിച്ചുകൊണ്ട് മുഹമ്മദ് അബൂജഹലിന്റെ അടുത്തേക്ക് പോയി. ഞാൻ ശ്രദ്ധിക്കണം, അതില്ല. ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ അബൂജഹൽ വിജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിനാണ് അബൂജഹലിന്റെ മുഹമ്മദിനെയും കൂട്ടിയിട്ട് മുഹമ്മദ് ഈ അപരിചിതനെയും കൂട്ടി അബൂജഹലിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അബൂജഹലിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു വിളിയാണ്, അബൂജഹലെ. ചരിത്രം പറയുന്നത് അബൂജഹൽ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ചില റിപ്പോർട്ടുകളുള്ളത് മുഹമ്മദിന്റെ തോളിൽ 2 സിംഹങ്ങളുള്ളതായി അബൂജഹലിന് തോന്നിയത്ര, ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ വിഷയം, തോന്നിയത്ര. ആ നഗരത്തെ പേടിപ്പിക്കുന്ന, ഇന്ത്യയെ പേടിപ്പിക്കുന്ന ടാറ്റ, ബിർള, ആക്സിസ് മലയാളം ഭൂമി കൊടുക്കില്ല എന്ന് പറഞ്ഞ എല്ലാവിധ സമ്മാനികളും എല്ലാവിധ താന്തോന്നികളും പ്രമുഖന്മാർ അവിടെ ആ വിളിയുടെ ധൈര്യത്തിന്റെ ആത്മവീര്യത്തിന്റെ മാലാഖമാരുടെ ഇടപെടലുള്ള ഇടപെടലിന്റെ ആത്മവീര്യം കേട്ടിട്ട് പൂജയിൽ കൊടുക്കാനുള്ള തുടർന്ന് കൊടുത്തത്രേ. SIO വിദ്യാർത്ഥികളിൽ നിന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന, വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സമരബോധത്തിന്റെ ഉദാഹരണം പറയാൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിനേക്കാൾ മനോഹരമായ സംഭവം ഉണ്ടാവില്ല. ഇതിനേക്കാൾ മനോഹരമാണ്. കാരണം പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിതരായ, നിരാളന്മാരായ, നിസ്സഹായകരായ ഏതൊരു മനുഷ്യനും അവന്റെ നീതിക്ക് വേണ്ടി ഇടപെടുക, നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ മതപരമായ ബാധ്യതയാണെന്ന് പഠിപ്പിച്ചെന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന് അനുയായികൾ. അവിടെ നിങ്ങൾ മതം നോക്കരുത്, അവിടെ നിങ്ങൾ ദേശം ജാതി നോക്കരുത്, അവിടെ നിങ്ങൾ വർഗമോ വർണ്ണമോ നോക്കരുത്. ഒരുവിധം സാമുദായിക ചിന്തകളുമില്ലാതെ നിങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നു. അങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്ന ഏത് പ്രസ്ഥാനമാണ് നമ്മുടെ ലോകത്ത്? രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവനാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവിടെ നീതി അവതരിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന്, അതും പോലെ ജാതി നോക്കണം നോക്കാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സാധനം. അതും നോക്കിയാൽ പോരാ, ജാതി നിങ്ങൾ നോക്കണം, നായരാണോ ഏവനാണോ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാതി നോക്കിയിട്ടില്ല എന്ന പേരിലാണ് കേരളത്തിൽ എല്ലാവരും പോരാടുന്നത്. അയാളുടെ ഭാഷ നോക്കണം, അയാൾ തെലുങ്കാനക്കാരനാണ്, അയാൾ കന്നഡക്കാരനാണ്, അയാൾ തമിഴനാണ്, അയാൾ ഹിന്ദിയാണോ, അയാൾ മലയാളിയാണോ, അയാളുടെ വർണ്ണം നോക്കണം, അയാൾ വെളുത്തവനാണോ കറുത്തവനാണോ, അയാളുടെ ലിംഗം നോക്കണം, അയാൾ ആണാണോ പെണ്ണാണോ നോക്കണം. അങ്ങനെ ജാതി നോക്കിയിട്ടാണ് നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അസാന്മാർഗികമായ ലോകത്ത് ഇസ്ലാമിന്റെ ചുഴൽക്കുട്ടികൾ ഈ ലോകത്ത് എന്ത് ചെയ്യുന്നതിന്റെ തെളിവ് എങ്ങനെയാണ് പറയുന്നത്? പ്രവാചകൻ, നിങ്ങൾ ഒരു ജാതിയോ മതമോ നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ നീതിയുടെ സ്ഥാപനമായി മുന്നോട്ട് പോകാൻ. അവിടെ പിന്നെ ജയിക്കോ തോക്കോ നിങ്ങൾ നോക്കണ്ട, അത് നടക്കില്ല നിങ്ങൾ നോക്കണ്ട. കാരണം നിങ്ങളോട് ആവശ്യം
ആവശ്യപ്പെട്ടിരിക്കുന്ന ദൈവമാണ്. ഏത് അത്ഭുതമായ ശക്തികളിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഈമാനിന്റെ വിശ്വാസത്തിന്റെ അടിത്തറകൾ നിങ്ങളുള്ളിലുണ്ടോ? നിങ്ങളെല്ലാത്തിനും അപ്പുറത്ത് ദൈവമാണ് ഏറ്റവും വലിയ മഹാനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ആത്യന്തികമായ വിജയം. നേരത്തെ ജമാൽ സാഹിബ് പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം അതാണ് ഈദുൽ അദ്ഹ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന ഭാഗമാണ് ഈദുൽ അദ്ഹ. ഇബ്രാഹിം അലൈഹി സ്വലാമിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെന്ന ചരിത്രത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അമാനുഷികമായ ചില അട്ടിമറികൾക്ക് ദൈവം സാക്ഷിയാണ്, ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഇസ്ലാമിക ലോകം സാക്ഷിയാണ്. നമ്രൂദ് എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തെ തമ്പാണ് ഈ കാലഘട്ടത്തിലെ ഒന്നാം അമേരിക്ക, ഇസ്രായേൽ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നൊക്കെ പറയാം. വലിയ താന്തോമി, സ്വേച്ഛാധിപതി, ഏകാധിപതി. ആ ഏകാധിപതിയായ നമ്രൂദിനോട് ദൈവത്തിന്റെ സന്മാർഗത്തിലധിഷ്ഠിതമായ നീതിയിലധിഷ്ഠിതമായ ലോകത്തെ കുറിച്ച് സംസാരിച്ചു എന്നൊരൊറ്റ അബദ്ധം ചെയ്തതിന്റെ പേരിൽ ആ അബദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല എന്നതിന്റെ പേരിൽ നമ്രൂദ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏകാധിപതി മുസ്ലിം മുബാറക് ബിൻ അലി ഭരണകൂടം, ആ പറയുന്ന താന്തോന്നിയായ ഭരണാധികാരി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കത്തിച്ചാമ്പലാക്കുന്ന വലിയ തീക്കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയാൻ ഭൗതികമായി ചിന്തിച്ച് എങ്ങനെ രക്ഷപ്പെടുക? ഒരർത്ഥത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം തീ മുമ്പിൽ ഇങ്ങനെ കാണാൻ ഇബ്രാഹിം പ്രവാചകനോട് അബ്രഹാമിനോട് പറയാൻ ചരിത്രം വിശദീകരിക്കുന്നു. അബ്രഹാമിനോട് പറയാൻ നമ്രൂദിനെ കേൾക്കാനാണ് എനിക്കെങ്കിലും മനസ്സിലായിപ്പോ, നീ വിളിച്ചാൽവരെ ഈ ഭാഗത്ത് പറയാൻ ആരുണ്ടാവില്ല. എന്താ നീ തീരുമാനിച്ചത്? നമ്രൂദിനെ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്തെ സ്വേച്ഛാധിപതികൾക്ക് അധികാരം വെച്ചുകൊണ്ട് നീ ജീവിക്കാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഈ കത്തിച്ചാമ്പലാകാൻ പോകുന്ന അത്തി കൂമ്പാരമാണ് ഇരിക്കുന്നത്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രവാചകൻ അബ്രഹാമിന്റെ ഉള്ളിലുള്ള ദൈവികമായ ബോധം, എല്ലാവിധ മനുഷ്യശക്തികൾക്കും മേലെ ദൈവം അത്യുദാരനാണ്, അത്യുമാനാണ്, അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന ദൈവത്തെ ബോധം, എല്ലാത്തിനേക്കാളും ശാശ്വതമായ വിജയം അത് ദൈവത്തിന്റെ നീതിക്ക് മാത്രമായിരിക്കും, അത് മനുഷ്യന്റെ വിമോചനത്തിന് മാത്രമായിരിക്കും എന്ന് പറയുന്ന നീതിനിധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ ആ ധാർമ്മിക ബോധം അദ്ദേഹം ചരിത്രത്തിൽ മറുപടി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയാം, ഇബ്രാഹിം പറഞ്ഞത്രേ, എനിക്ക് അല്ലാഹു മതി, എനിക്ക് ദൈവം മതി, ഭരണേൽപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമല്ലാതെ മഹാൻ പോരാണ്. ആ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് അദ്ദേഹം ആ തീക്കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ തീയിൽ നിന്ന് അതിമനോഹരമായ സ്വഭാവത്തിൽ ഇബ്രാഹിം പ്രവാചകൻ രക്ഷപ്പെട്ടു. ഇതിനേക്കാൾ മനോഹരമായി ദൈവം ഇടപെട്ട എത്ര സന്ദർഭങ്ങൾ. ഹാജറ ബീവിയുടെ ചരിത്രം നമ്മളാണ്. ഹാജറയുടെ കുഞ്ചോമന മകനോട് ഏറെക്കാലം അധ്വാനിച്ച് പ്രാർത്ഥിച്ച് വചനയിലെന്ന് നിരാശയിൽ കൂണ്ടു നിൽക്കുന്ന ഇബ്രാഹിമിന് ആശ്വാസമായി ദൈവം നൽകിയ നിധിയാണ്, കരുണാനിധിയാണ് അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ ഇസ്മായിലിനെ കുറിച്ച് പറയാം, എന്നിട്ട് ഹാജറയെ കുറിച്ച് പറയാം. ഹാജറ, ഇസ്മായിൽ, നിങ്ങൾ രണ്ടാളെയും കൂട്ടിയിട്ട് അങ്ങ് അറബ് നാട്ടിലെ മനുഷ്യരില്ലാത്ത, മനുഷ്യ സഹവാസമില്ലാത്ത ഇടനിൽക്കൾ ധാരാളമായി ഉണ്ടാകാൻ കഴിയുന്നു. അടുത്ത ആശുപത്രികളോ ഹോട്ടലുകളോ വീടുകളോ ആശ്വാസം പകരാൻ മനുഷ്യരോ ഇല്ലാത്ത, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം വരെ ലഭിക്കാത്ത ആ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ നീ അവരെ ഒറ്റക്കാക്കി പോകണം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്ന് ദൈവം നിന്നെ പരീക്ഷിക്കാം. ഒരു പരീക്ഷണം വരുമ്പോൾ ഈ ദൈവത്തിന്റെ എല്ലാവിധ ആദർശ വിശുദ്ധിയിൽ നിന്നും ഒളിച്ചോടി ഈ ധാർമ്മികമായ അധാർമികമായ ഭൗതികമായ ലോകത്തിന് പിന്നാലെ പോകോ എന്ന് നമ്മളെ നിരീക്ഷിക്കാം. ആ നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ഇബ്രാഹിം പ്രവാചകൻ തീരുമാനിച്ചു, വിജയപ്രധാനമായ തീരുമാനം, എനിക്ക് വേണ്ട, എനിക്ക് ദൈവം എന്നോട് ആവശ്യപ്പെട്ടുവെങ്കിൽ ഞാൻ ആവശ്യം ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയതമയോട് ഹാജറയോട് പറയാം, ഒരു പെണ്ണിന് വരെ ഇസ്ലാമികളോട്, പെണ്ണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ തെളിവ് സ്ത്രീകളെ വിളിക്കുന്ന പെണ്ണ്, കാപ്പിലിയായ കറുത്ത വർഗ്ഗക്കാരുടെ അടിമ വംശത്തിൽപ്പെട്ട ഹാജറ ബീവി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇന്നും ലോക മുസ്ലിങ്ങൾ ഓരോ വർഷവും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഹജ്ജ് അടക്കാൻ പോവാ. ഹജ്ജില് നിങ്ങൾക്കറിയാം, എല്ലാവരും ഹജ്ജ് ശരിയാകണമെങ്കിൽ ഒരു കർമ്മം ചെയ്യണം. സായി സഫ മറുവ കുന്നുകൾക്കിടയിൽ അവർ ഓടണം 7 തവണ. ഞാൻ എന്റെ ദൈവത്തിന്റെ വിളി കേട്ട് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ എന്റെ ഓട്ടം നടത്തണം. എല്ലാ ആളുകളും ഹജ്ജ് ഇതിനെ ഉള്ളത്. പണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഒറ്റക്കാക്കിയിട്ട് മരുഭൂമിയിൽ നിന്ന് പോകുമ്പോ ഹാജറ പറഞ്ഞില്ല, എന്നെ കെട്ടിയോനെ, നിങ്ങൾ എന്ത് വിവരക്കേടാ ചെയ്യുന്നത്, എന്നെയാണ് ഈ ഒറ്റക്കാക്കിയിട്ട് പോയാൽ എന്നെ ആരാണ് നോക്കുക എന്നല്ല ഹാജറ ചോദിച്ചത്. മറിച്ച് ഹാജറ പറഞ്ഞത്, നിങ്ങൾ
ദൈവം അങ്ങനെ പറഞ്ഞു എങ്കിൽ ദൈവസമേതം നിങ്ങൾ പോയിട്ടുണ്ട്. കാരണം ദൈവം ഒരു വഴി കണ്ടെത്തും. അങ്ങനെ കുട്ടി പടഞ്ഞ് കരയാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി. ചുറ്റും നോക്കി വെള്ളം ഓടിയില്ല. എന്നാ പിന്നെ വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് കരയല്ല, ജീവിതം അവസാനിപ്പിക്കൽ, ആത്മഹത്യ ശരിയല്ല ചെയ്യുന്നത്. ഹാജറ ഓടിയാണ്. വെള്ളം കിട്ടും, ഒരു ഭൂമിയാണെങ്കിൽ കിട്ടും. എന്റെ പ്രയത്നങ്ങൾ കണ്ടാൽ, ഒരു മനുഷ്യന്റെ പ്രയത്നം കണ്ടാൽ ആ പ്രയത്നങ്ങളെ വിലമതിക്കാൻ കഴിയുന്ന നീതിമാനാണ് ദൈവം. ഹാജർ ഓടിയാണ്. സഫാ മർവ കുന്നുകൾക്കറിയും. ആ ഓട്ടത്തിനുള്ള അംഗീകാരമാണ് അന്നു മുതൽ ഇന്ന് വരെ നിലയ്ക്കാത്ത ഉറവകളുടെ സ്ഥലങ്ങൾ വിളിക്കാൻ കഴിയുന്നത്. ആ നീതുറവ് ആരംഭിച്ചിരിക്കുന്നത് ഒരു കാപ്പിരിയായ അടിമസ്ത്രീയായ സ്ത്രീയുടെ ഓട്ടത്തിന് ദൈവം നൽകിയ അംഗീകാരമാണ്. ആ സ്ത്രീയോടുള്ള ബഹുമാന സൂചകവും ആദര സൂചകമായാണ് ഇന്നും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും എല്ലാ വർഷവും സഹയുന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഈ ഒറ്റ ചരിത്രത്തെ സാധ്യമാക്കിയാണ് പറഞ്ഞു വരുന്നത്. ആ അർത്ഥത്തിൽ ദൈവത്തിന് മുന്നിൽ ദൈവം വിചാരിച്ചാൽ നടക്കാം. നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം, നമ്മുടെ തീരുമാനം മാത്രമേ ഒരു വിഷയവും. അത് മാത്രമേ ദൈവത്തിന് അറിയുള്ളൂ. നിങ്ങളുടെ തത്വം സന്നദ്ധരാണ്. നിങ്ങളുടെ സന്നദ്ധത നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ, നിങ്ങൾ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ, അവിടെ അനീതിയാണോ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം? അങ്ങനെയാണെങ്കിൽ ആ അനീതിയോട് ലാസലാം പറഞ്ഞു, ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നീതിയുടെ പക്ഷം കളിക്കുക. എന്റെ ക്യാമ്പസിൽ ഞാൻ പറയുന്ന ധാർമ്മികത കേൾക്കാൻ ആളില്ല. വേണ്ട, ആളുകൾ നിങ്ങൾ ഒന്നു മതി. പക്ഷെ നിങ്ങൾ ധാർമ്മികതയ്ക്ക് പിന്നാലെ ആ പുതിയ നിങ്ങൾ പോകാൻ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ആ ഇച്ഛാശക്തിയെ, വിൽ പവറിനെയാണ് ദൈവം പരീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ആ വിൽ പവർ ഉണ്ടോ എങ്കിൽ ശൂന്യതയിൽ നിന്ന്, മണ്ണിൽ നിന്ന് വലക്കത്ത് കവറം ഞാൻ പണിയാദം എല്ലാ ജീവികളും കൊല്ലുമിൻ ആദം തുറാബ്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമാണോ മണ്ണിൽ നിന്നുണ്ടാക്കിയത്, കേവലമായ മണ്ണിൽ നിന്ന്, രക്തപിണ്ഡത്തിൽ നിന്ന് ഈ കോലത്തിലുള്ള മനുഷ്യരാക്കി നമ്മളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ, ഈ സൂര്യനെ, ഈ ചന്ദ്രനെ, ഈ നക്ഷത്രങ്ങൾ, ഈ ഗോളങ്ങൾ ഉണ്ടാക്കിയ ദൈവത്തിന് ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആ അത്ഭുതങ്ങൾ ഉളവാക്കാൻ, പ്രകടമാക്കാൻ നിങ്ങൾ യോഗ്യരാണോ എന്ന് മാത്രമാണ് ദൈവം നിരീക്ഷിക്കുക. ആ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കർമ്മത്തെ വികസിപ്പിച്ചെടുക്കാൻ എന്ത് പണിയാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസം, അങ്ങനെയുള്ള ധാർമ്മിക ബോധമില്ലാതെ നമ്മൾ എന്തൊക്കെ പണിയെടുത്തിട്ടാണ് കാര്യം. ആ അർത്ഥത്തിൽ സമരബോധം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പാഠമായി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിദ്യാർത്ഥികളായി മാറുന്നത്. ആ അർത്ഥത്തിൽ വിദ്യാർത്ഥികളാകാൻ ഗൈഡ് ചെയ്യുക, സജ്ജമാക്കുക എന്നുള്ളതാണ് SIO കേരളത്തിലെ, ഇന്ത്യയിലെ ക്യാമ്പസുകളിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിന് പരിശീലിച്ചെടുക്കുന്നത്. SIOന്റെ മുദ്രാവാക്യമാണ് ടു വിൻ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. SIO ഗൈഡ്സ് ടു വിൻ. നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ മൂന്നാൾ വൈകിൽ കയറിയിട്ട് ഈ ഇന്ത്യ രാജ്യത്തെ ട്രാഫിക് നിയമത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ പോലീസ് പിടിച്ചാൽ നിങ്ങളെ പോലീസിൽ നിറക്കാൻ, നിങ്ങളെ ജയിലിൽ നിറക്കാൻ, നിങ്ങളെ കേസിൽ കൂടാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ SIO സഹായിച്ചിട്ടാൻ പോയി. നിങ്ങളേതോ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചതിന്റെ പേരിൽ നിങ്ങളെ ക്യാമ്പസിന് പുറത്താക്കി, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പുറത്താക്കിയതിനെതിരെ സമരം ചെയ്യാൻ SIO വന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അന്യായമായ കാരണത്താൽ നിങ്ങൾ അധ്യാപകരോട് മോശമായി പെരുമാറും. അധ്യാപകനെ ആദരിക്കാൻ പഠിക്കാത്ത വിദ്യാർത്ഥി തലമുറയെ വിശുദ്ധ ഖുർആൻ ശപിച്ചതാണ് പറയാം. അങ്ങനെ നിങ്ങൾ അധ്യാപകനെ അപമാനിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ ആ ആക്ഷനെ ചോദ്യം ചെയ്യാൻ SIO വന്നില്ല. പക്ഷേ ധാർമ്മികതയിൽ നിങ്ങൾ എന്ത് പ്രതിസന്ധിയിൽപ്പെട്ടാൽ, നീതിയുടെ പക്ഷത്തു നിന്ന് എന്ത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ വിധേയമായാലും, അവിടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ നിങ്ങളുടെ പിന്നാലെ പോയി ഈ ഭൗതിക ലോകത്ത് തന്നെ നിങ്ങളുടെ വിമോചനത്തിന് വേണ്ടി പടപൊരുതാനുള്ള പരിശീലനം ഈ ലോകത്ത് വിജയിപ്പിക്കും. അവിടെ നീതിയാണ് വിഷയം. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഭരണകൂടം അഴിച്ചുവിട്ട ഭരണകൂട ഭീകരതയ്ക്കെതിരെ 10 വർഷത്തോളം കാലം മൂക്കിലൂടെ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഇവോൺ ശർമിള നമ്മുടെ ക്യാമ്പസുകളിൽ SIOവിന് വിഷയമായി മാറുന്നു. ഇവോൺ ശർമിളയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ക്യാമ്പയിൻ നടത്തുന്ന, സമരപരിപാടികൾ നടത്തുന്ന, ആർക്കും അവകാശപ്പെടുത്താൻ കഴിയുന്ന വലിയൊരു വിദ്യാർത്ഥി സംഘടന SIO ആണ്. ഇവോൺ ശർമിളയുടെ ആവശ്യം SIOവിന്റെ ആവശ്യമായി മാറുന്നത് SIO ഉയർത്തിപ്പിടിക്കുന്ന ആശയവും ഇവോൺ ശർമിള ഉയർത്തിപ്പിടിക്കുന്ന ആശയവും ഒന്നാണ്. ഇവോൺ ശർമിളക്കെതിരെ ഭരണകൂടം കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ക്രൂരമായ നിസ്സംഗതയും അതേപോലെ തന്നെ ക്രൂരമായ അനീതിയുമായതാണ്. അവിടുന്ന് തുടങ്ങി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഭീകരവാദിയെ ചിത്രീകരിച്ച, പാവപ്പെട്ടവന് ചികിത്സ നൽകി, കൂടെ നിന്നു ആദിവാസികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന കാരണത്താൽ
ഛത്തീസ്ഗഡ് രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച ഡോക്ടർ വിനായക് സെൻ SIOവിന്റെ ക്യാമ്പയിനുകളിൽ ഇടം പിടിക്കുവാനുള്ള കാരണവും അത് തന്നെയാണ്. ഏറ്റവും അവസാനം കേരളത്തിലെ വിവിധമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി 9.5 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിലിട്ട് 9.5 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം ക്രൂരമായ രീതിയിൽ നിരപരാധി എന്ന് പറഞ്ഞിട്ട് വീണ്ടും 2 വർഷം കേരളത്തിൽ ജീവിച്ച് ആ 2 വർഷത്തിനിടയിൽ 24 മണിക്കൂറും പോലീസിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ച് ആ സാന്നിധ്യത്തിനിടയിൽ എല്ലാ അർത്ഥത്തിലും ശരീരം തളർന്ന അത്യുല്ലാസന്മാരെ കൊല്ലത്തിൽ നിന്ന് ആരും കാണാത്ത പാതിരാത്രിക്ക് കൊടക് ജില്ലയിൽ ഏതോ കാട്ടിൽ വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്ന കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന സ്വഭാവത്തിൽ ഗുജറാത്തിൽ ഭരിക്കുന്ന കർണാടക ഗവൺമെന്റ് ഭരണകൂട ഭീകരതയുടെ എല്ലാവിധ സ്വഭാവങ്ങൾ ഉൾപ്പെടുത്തി മതത്തിനെതിരെ ക്യാമ്പയിനുമായി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് SIO എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. നിങ്ങളുടെ വിജയത്തിനുമാണ് ഈ വിദ്യാർത്ഥി സമൂഹത്തിന് ഈ ലോകത്തിന്റെ നന്മയുടെ വിശദമായ വിജയത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന എല്ലാ പരിശ്രമവും എല്ലാ അവകാശ നിഷേധങ്ങൾക്കും ഒരുപക്ഷെ എന്റെ സംസാരങ്ങളിൽ കേരളത്തിൽ നിന്ന് വരുന്ന ആളെന്ന നിലയിൽ പലപ്പോഴും വിഷയങ്ങളുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് മാത്രം സംസാരിക്കേണ്ടി വരുന്ന പരിമിതി നിങ്ങൾ മനസ്സിലാക്കാൻ വിശ്വസിക്കും. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ അനുഭവിക്കുന്ന വളരെ കാതലായ പ്രശ്നം ഏറ്റവും അവസാനം ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കിയ സമയത്ത് വളരെ കൃത്യമായ ആലോചനകളില്ലാതെ വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെ അല്ലാതെ ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കിയപ്പോൾ കേരളത്തിലുടനീളം എല്ലാ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും കൃത്യമായ പഠനങ്ങൾ നടത്തി. ഉമ്മാക്കല്ല, കൃത്യമായ പഠനങ്ങൾ നടത്തി, കൃത്യമായ ആലോചനകൾ നടത്തി, വ്യത്യസ്തമായ ധാരകളുടെ ആളുകളുടെ ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ഊഷ്മളമായ സ്വഭാവത്തിൽ ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഞങ്ങൾ ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായത്തിന്റെ അപാകതകൾ പരിഹരിക്കും എന്ന് പറയുന്ന സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ ജീവനുള്ള ഒരൊറ്റ സംഘടന അതിന് SIO മാത്രമായി. മലബാർ എന്ന് പറയുന്ന പ്രദേശത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര സ്കൂളുകളും കോളേജുകളും കോഴ്സുകളും സീറ്റുകളും ഇല്ലാതിരുന്നപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് മലബാറിൽ പ്രത്യേകമായ വിദ്യാഭ്യാസ പാക്കേജുകൾ അവതരിപ്പിക്കാനുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയി. ഇന്ന് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വരെ മലബാറിൽ സെക്രട്ടേറിയറ്റിന്റെ അനക്സ് വേണമെന്ന് പറയുന്ന സ്വഭാവത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തെളിച്ചു കൊണ്ടുവന്നത് SIO. ശാസ്ത്രീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 5 രക്തസാക്ഷികൾ കൊടുത്തിട്ടും ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാമെന്ന് ഊഷ്മളമായ ഒരു മറുപടി കേരളീയ സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊടുക്കാൻ കഴിയാതെ ആശയ പ്രതിസന്ധിയോട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരെ മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രീയ പ്രശ്നത്തെ എങ്ങനെ ശാസ്ത്രീയമായി സമീപിക്കാം, അതിനെ പരിഹരിക്കാമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് SIO. സംവരണത്തിന്റെ വിഷയത്തിൽ, യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫീസുകളുടെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ കുറ്റകരമായ നിസ്സംഗതയുടെ വിഷയത്തിൽ 3 ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തിട്ട് ഇനിയും സർവകലാശാല കൊടുക്കാത്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ്. 3 ലക്ഷം വിദ്യാർത്ഥികൾ ലോകത്തിന് അങ്ങനത്തെ യൂണിവേഴ്സിറ്റി തമ്മിൽ 3 ലക്ഷം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഇനി കൊടുത്തിട്ടില്ല. ആ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുക. 10 മാസം കഴിഞ്ഞിട്ടും 1.5 വർഷം കഴിഞ്ഞിട്ടും റിസൾട്ട് വരാതെ റിസൾട്ടിന് വേണ്ടി പരീക്ഷാ ഭവനിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളോട് കന്നുകാലികളുടെ ഭാഷയിൽ സംസാരിക്കുന്ന യൂണിവേഴ്സിറ്റി അധികാരികളെ 5 മണിക്ക് വീട്ടിൽ പോകുന്നത് തടഞ്ഞ് മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തി വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യിക്കുന്ന പ്രസ്ഥാനം. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഈ ലോകത്തുള്ള വിജയത്തിന് വേണ്ടി, ഈ ലോകത്തുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും മുമ്പിൽ നിൽക്കുന്ന പ്രസ്ഥാനം. അതേ പ്രസ്ഥാനത്തിന്റെ സവിശേഷത ടു വിൻ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഈ ലോകത്തെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. നിങ്ങൾ SIOവിന്റെ പരിപാടികൾ സഹകരിച്ചു, SIO പ്രവർത്തനങ്ങൾ സഹകരിച്ചു, SIOവിന്റെ ഭാഗമാക്കായി എന്നതിനർത്ഥം നിങ്ങൾക്ക് ഈ ലോകത്ത് പോകട്ടിയെന്ന് മാത്രമല്ല, കിട്ടും. ശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ദൈവം തമ്പുരാനെ ഈ ലോകത്തിന് വിധി നമ്മകൾ കൽപ്പിച്ചു തരണമേ. എനിക്ക് എന്റെ പരലോകം എന്ന് പറയുന്ന ശാശ്വത ലോകത്ത് എനിക്ക് ആരും എന്നെ സംരക്ഷിക്കാനില്ല, ആരും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനില്ലാത്ത, എന്റെയോടൊപ്പം എല്ലാ കുട്ടികൾക്കും കൂടെ നിന്ന് എന്റെ സുഹൃത്തിനെ അവിടെ കാണുന്നില്ല, എന്റെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും പൈസ തന്ന് സഹായിച്ച എന്റെ ഉപ്പയെ അവിടെ കാണുന്നില്ല, എന്നോട് എല്ലാ വിഷയങ്ങൾക്കും പിന്നിൽ നിന്ന് അനുവാദം നൽകിയ എന്റെ പടയെ കാണുന്നില്ല, എന്റെ ഗ്യാങ്ങിനെ കാണുന്നില്ല, എന്റെ സഹപാഠികളെ കാണുന്നില്ല.
നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാവരും ഓട്ടത്തിലാണ്. അവരവരുടെ പ്രശ്നത്തിൽ അവരവരുടെ ജീവിതം, ഭാവി ജീവിതം സുതാര്യമാക്കാൻ, വളരെ മധുരമുള്ളതാക്കുവാൻ ഉള്ള ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിനിടയിൽ ആരെയും ശുപാർശയില്ലാതെ എല്ലാ കാലവും നിലനിൽക്കുന്നത് ഈ ലോകത്തിൽ പക്ഷെ 50 കൊല്ലം ജീവിക്കാം, അല്ലെങ്കിൽ 70 കൊല്ലം ജീവിക്കാം. ഇനി ശരാശരി ഏറ്റവും വലിയ റെക്കോർഡായി 1 വർഷം 100 വർഷം ജീവിച്ചേക്കും, അതിൽ കൂടുതൽ ജീവിക്കുന്നു. പക്ഷേ പരലോകം എന്ന് പറയുന്ന യഥാർത്ഥ ലോകത്തുള്ള നമ്മുടെ ജീവിതം, അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 40 വർഷമാണ്. ഇപ്പോഴും 40 വർഷമാണ് ഒരു ദിവസം. അത്തരത്തിൽ ജീവിതം അവസാനിക്കാത്ത ഒരു ലോകത്ത്, നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ളത് നമ്മൾ ഈ ലോകത്തുള്ള പ്രവർത്തനങ്ങളുടെ ഫലമനുസരിച്ചിരിക്കും. ആ ഫലം, ഈ ലോകത്തുള്ള ഫലം നന്നാക്കുന്നതിലൂടെ പരലോകത്തുള്ള നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലെ ശാശ്വതമായ ലോകത്താക്കുവാൻ വേണ്ടിയുള്ള എല്ലാ മുൻനിരകളിലും നിങ്ങൾക്ക് ഗൈഡായി, നിങ്ങളുടെ തുണയായി, നിങ്ങളുടെ സംരക്ഷകനായി, നിങ്ങൾക്ക് വഴികാട്ടിയായി, നിങ്ങളുടെ അധ്യാപകനായി, നിങ്ങളുടെ സുഹൃത്തായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ രക്ഷിതാവായി, നിങ്ങളുടെ കൂട്ടായി, തണലായി, മനസ്സായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങളുടെ ഭാഗമായി, നിങ്ങളുടെ ബാധ്യതയെ നിർണ്ണയിക്കാൻ ഉപയോഗപ്പെടുത്തണം. അതിലേക്ക് നിങ്ങളെല്ലാ ആളുകളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ സദസ്സിൽ കൂടി നിൽക്കുന്ന മാലാഖമാരെ സാക്ഷി നിർത്തി വളരെ ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും